ഹായ്, ഞാൻ ഡോക്ടർ അർഷദ് അസീസ്, കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് ആൻഡ് ട്രോമ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജൻ, PRS ഹോസ്പിറ്റൽ. ഡോക്ടേഴ്സിൻ്റെ ഡെയിലി ലൈഫിൽ OPയിൽ കരഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് പറഞ്ഞു വരുന്ന ഒരു പേഷ്യൻ്റ് രണ്ടാമത്തെ പ്രാവശ്യം നമ്മളെ കാണാൻ വരുമ്പോൾ ചിരിച്ചുകൊണ്ട് വരുന്നതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. മെയ്ഡ് മൈ ഡേ എന്നൊക്കെ പറയുന്നത് പോലുള്ള ഒരു ഫീൽ. അതുപോലൊരു പേഷ്യൻറ്റിൻ്റെ കാര്യം പറയാനാണ് ഞാൻ ഇന്നിവിടെ ഉള്ളത്. സോ നമ്മൾ നീ റീപ്ലേസ്മെൻറ്റ് സർജറീസ് എല്ലാവർക്കും ഒരു ഭയമാണ്, പേടിയാണ്. അങ്ങനെ ഒരു പേടിയുള്ള ഒരു 72-year-old ഒരു ഫീമെയിൽ പേഷ്യൻറ്റ് എൻ്റെ അടുത്ത് വന്നിരുന്നു. അമ്മ ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടു, എല്ലാവരും റീപ്ലേസ്മെൻറ്റിനെ പറ്റി സംസാരിച്ചു. അമ്മ ഭയങ്കര പേടിയായിരുന്നു സർജറി ചെയ്യുന്നതിനെ പറ്റി. എൻ്റെ പേര് വള്ളിയമ്മ. മുട്ട് തേയ്മാനം 15 കൊല്ലമായിട്ടുണ്ട്. നേരത്തെ ഇവിടെ തന്നെ ഒരു ഡോക്ടറെ കണ്ട് പ്രഷർ തേയണമെന്ന് പറഞ്ഞു. കഴിച്ചിട്ട് വേണ്ടാന്ന് 15 കൊല്ലം കഴിച്ചു കൂട്ടി. എന്നിട്ട് ഫീറ്റൽ സർജറിയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ടും ഫ്ലൂയിഡൊക്കെ കുത്തിവെച്ച് ഒന്നിലും പെയിൻ മാറിയില്ല. ഇപ്പൊ സിസ്റ്ററിന്റെ ബോഡിയിൽ കൂടി അർഷദ് സാറിന്റെ ഇത് കണ്ടിട്ട് വേദന കുറവ്, ആശുപത്രി വശം കുറവ്, നടക്കാൻ എനിക്കാ സ്റ്റെപ്പൊക്കെ കയറാമെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടറെ കണ്ട് ഞാൻ കാര്യങ്ങളെല്ലാം വ്യക്തമായി വിശദമായി അമ്മയ്ക്ക് ഡീറ്റെയിൽ ചെയ്ത് കൊടുത്തു. എന്നിട്ടും അമ്മയ്ക്ക് ഭയങ്കര ഒരു ധൈര്യക്കുറവുണ്ടായിരുന്നു, ഇതെങ്ങനെ പോകും, എങ്ങനെ നടക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. അമ്മയുടെ 2 മുട്ടും നല്ല രീതിയിൽ തേയ്മാനം വന്നിരുന്നു. ഗ്രേഡ് 4 ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയും. ഞാൻ അമ്മയെടുത്ത് ഡീറ്റെയിൽ ചെയ്തു. അമ്മ സർജറിക്ക് കൺവിൻസ്ഡ് ആയി. സർജറി കഴിഞ്ഞ് വെരി നെക്സ്റ്റ് ഡേ തന്നെ അമ്മയെ പിടിച്ച് നടത്തിക്കാൻ പറ്റി. 10ാമത്തെ ദിവസം അമ്മ സപ്പോർട്ടില്ലാതെ നടന്നു തുടങ്ങി. അപ്പോഴാണ് അമ്മയ്ക്ക് റിലീഫ് കിട്ടിയത്, ഇത് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത്. നേരത്തെക്കാളും പൈന കുറവുണ്ട്. ഇരുന്നിട്ട് കുറേ നേരം എണീക്കുമ്പോഴും നടന്നിട്ട് കുറച്ചിരിക്കുമ്പോഴും സ്റ്റിഫ്നെസ് അത് നടന്ന് എക്സസൈസ് ചെയ്യുന്നുണ്ട്. ചെറിയ വേദന ഉണ്ട്, എന്നാലും ആശ്വാസമുണ്ട്. ആദ്യം വെറ്റ്നസ്സുകാരനായിരുന്നു വന്ന് കണ്ടത്. വെറ്റ്നസ്സുകാർ നല്ല പിള്ളേര്, അടുത്ത സ്റ്റാഫും ഡോക്ടറും നഴ്സുമാരും എല്ലാവരും നല്ല സഹകരിക്കുന്നുണ്ട്. നല്ല സ്നേഹമായിട്ട് ഒരമ്മയെ പോലെ പെരുമാറുന്നുണ്ട്. ഇപ്പോഴും സോഷ്യലി ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന റീപ്ലേസ്മെൻറ്റ് സർജറീസിനെ പറ്റിയുള്ള ഒരു മിത്തുണ്ട്, ഒരു തെറ്റിദ്ധാരണയുണ്ട്. അത് മാറി വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ തേയ്മാനം ഉള്ള പേഷ്യൻസിനെ എല്ലാവരെയും ഈ പറഞ്ഞ പേഷ്യൻ്റ് നടന്നതുപോലെ വേദനയില്ലാതെ 10ാമത്തെ ദിവസം തന്നെ നമുക്കിതുപോലെ നടത്തിക്കാൻ പറ്റും.